ഹലോ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു തോരൻ. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ നമ്മുടെ ടെറസിന് മുകളിൽ നിന്ന് കിട്ടിയതാണ്. കോവക്ക ഉണ്ട്, കാട്ടുകയ്പ്പൊക്കെ ഉണ്ട്, നിത്യവഴുതനുണ്ട്, സാദാ വഴുതനുണ്ട്. ഇങ്ങനെ ഒരു 4 ഐറ്റം സാധനങ്ങളാണ്. ഇതുകൊണ്ട് നമുക്കൊരു മിക്സ്ഡ് തോരനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ചെറുതാക്കി വെട്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളിപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടത്: കോവക്ക, കാട്ടുകയ്പ്പക്ക, നിത്യവഴുതന, നമ്മുടെ സാദാ വഴുതന. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ഇട്ട് ഉള്ളി എല്ലാ സാധനങ്ങളെല്ലാം ഇടണം. എന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ വെട്ടി വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് ഒന്ന് വതക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടുന്ന ചേരുവകൾ: തേങ്ങ, പിന്നെ പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, അതേപോലെ 4-5 ചെറിയ ഉള്ളി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത് ചെറുതായിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്നുകൊണ്ട് അരച്ചെടുക്കുക. നമ്മൾ സാധാരണ മീൻ കറിക്കൊക്കെ അരക്കുന്ന പോലെയല്ല, എന്നാൽ ഒന്ന് ഒതുക്കിയെടുത്ത രീതിയിലും പറ്റില്ല. ഒന്ന് ചെറുതായിട്ടൊരു അരവ് അതരച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി നല്ല ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ അരവ് ഇതിലേക്ക് ചേർക്കുക. അരവ് ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അടിയിലൊന്നും പിടിക്കാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ മിക്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൂടി വെക്കണം. എല്ലാം ഒന്ന് പരത്തി റെഡിയാക്കി വെച്ചതിന് ശേഷം മൂടി വെക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. കാരണം കാട്ടുകയ്പ്പക്ക, കോവക്ക ഇതെല്ലാം ഡയബറ്റിക് പേഷ്യൻറ്റിന് വളരെ ഉത്തമമായിട്ടുള്ളൊരു സംഭവമാണ്. കോവക്കെല്ലാം പച്ചക്ക് തിന്നുന്നത് വളരെ ഉത്തമമാണ് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ. ഇപ്പോൾ നമ്മുടെ ഈ തോരന് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി മിക്സാക്കി വേണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് നമ്മൾ മൂടി വെക്കുക. എന്നതിന് ശേഷം നമ്മൾക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എന്ന് മാത്രമല്ല, ഏത് മിക്സ്ഡ് വെജിറ്റബിൾ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഉപ്പേരിക്ക് ഉപയോഗിക്കുന്ന ഏത് വെജിറ്റബിളും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ.